ഹലോ ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നമ്മുടെ കോഴിക്കോടൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന കൂന്തൾ നിറച്ച്. അപ്പോൾ അത് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ബഹ്റൈനിൽ സെഞ്ചിലാണ്. അപ്പോൾ അതാ ഗോൾഡൻ കറക്ക് എന്ന് പറയുന്ന ഷോപ്പിൽ. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുണ്ടാക്കുന്ന രീതിയും അതിൻ്റെ മസാല കൂട്ടൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വരും, ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി രണ്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിരിക്കണം ഒപ്പമുള്ളവരിട്ടാ. പലതരം എണ്ണക്കടികളുണ്ട് കേട്ടോ. സമൂസ പലതരം ഉണ്ട്. ഒരുപാട് എണ്ണക്കടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആണ്. അതേപോലെ ഈ കൂന്തൾ നിറച്ചതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടികളിൽ വന്നിട്ട്. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് കൂന്തളിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു കൂന്തൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ആദ്യം അത് വേവിച്ചെടുക്കണം. എന്നിട്ട് അത് വേവിച്ചെടുത്തിട്ട് അതിൽ മസാല നിറക്കുന്നതാണ് അവർ. തേങ്ങ, ചെറിയുള്ളി, ശർക്കര, പിന്നെ മുളക് ഒക്കെ പാടെ അരച്ചിട്ടുള്ള മസാലയിൽ നിറച്ചത് നിറച്ചിങ്ങനെ വെക്കുന്ന. അത് ആവിയിൽ വേവിക്കണം. ഈ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം കൂന്തൾ. ആദ്യം അവർ ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ആ മസാല ഇങ്ങനെ നിറച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ മസാല. ഇവർ കണ്ണൂരുടെ ഒരു ശൈലിയാണ്. മസാല കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് തേങ്ങയൊക്കെ വറുത്തിട്ടൊക്കെ ഉള്ള, തേങ്ങയും ചെറിയുള്ളിയൊക്കെ ഇട്ട് വറുത്തിട്ടുള്ളൊരു മസാലയാണ്. എന്തായാലും ആ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അത് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് അടിപൊളി, മാഷാ അല്ലാഹ്. അങ്ങനെ അവരത് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പുറത്ത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാട്ടോ. ഓർഡർ അവിടെ കഴിക്കാനും അല്ല, പാർസൽ. ഇതങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. എന്തായാലും മഞ്ഞൾപ്പൊടിയിലിട്ട് അത് വേവിച്ചെടുത്ത് അതിന് ശേഷം ഇതതിൽ നിറച്ച് വീണ്ടും നമ്മളിതിൽ കൂന്തളിൻ്റെ തലപ്പത്ത് വരുന്ന അതുണ്ടാവും. ആ സാധനം കൊണ്ട് അത് അടച്ചിട്ട് അവർ പിന്ന് ചെയ്യുന്നത്. ഇതാണ് വേവിക്കുന്നത്, കണ്ടോ. ആവിയിൽ വേവിക്കുന്നതാണ്. കല്ലുമ്മക്കായ അപ്പുറത്ത് ചട്ടിമത് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതും ഒരു സൈഡിൽ എണ്ണക്കടികൾ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല കച്ചവടമുള്ള ഷോപ്പാണ് എന്തായാലും, മാഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് അവർ ലാസ്റ്റിൽ ഘട്ടത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ നമ്മളാ പൂവില്ലേ അത് അതിൽ വെച്ചിട്ട് കൂന്തൾ നിറച്ചതിൻ്റെ അത് വെച്ച് അത് അടക്കുന്നതാണ്. ജോയിൻ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഇതുകൊണ്ട് അത് ഒന്നവിടെ പിടിച്ച് നിർത്തുന്നത്. എന്നിട്ട് അത് എണ്ണയിലിട്ട് പൊരിക്കൊന്നും വേണ്ട. കൂടുതൽ നമ്മൾ മീനും കാര്യങ്ങളൊക്കെ പൊരിക്കുന്ന പോലെ എണ്ണയൊന്നും അധികം വേണ്ടതിന്. നമ്മൾ ആൾക്കാർ എണ്ണ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് എണ്ണ കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇതിൽ എണ്ണ കമ്മിയാണ്. അവർ ആവിയിൽ അത് വേവിച്ചെടുക്കുന്നത്. ആദ്യം വേവിച്ചെടുത്തിട്ട് ഇതേപോലെ മസാല നിറച്ചിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ, ഒരു ഉരുളി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അവർ പ്രത്യേകം ഉണ്ടാക്കിയ ഒരു മസാല ഉണ്ട്, മസാലക്കൂട്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ കൂട്ടൊക്കെ ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇല, കടുക് ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരട്ടി കുറച്ച് എണ്ണയിൽ അവർ ആ മസാല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ വരട്ടിയിട്ട് അതേപോലെ ആ കൂന്തൾ ഇപ്പം നിറച്ച ആ കൂന്തൾ അത് ശരിക്കും അങ്ങനെ കഴിക്കാം. അത് വെന്ത സാധനമാണ്. എന്നാൽ പോലും ആ പുറത്ത് നമുക്കൊരു മസാലയുടെ ഒരു കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എരിയുള്ള മസാല, അത് പുറത്ത് ആ സാധനം അതിലിട്ടിട്ട് ആ മസാലയിൽ ഒന്ന് വരട്ടിയിട്ട് എടുക്കുകയാണത്. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ചിക്കൻ്റെ പുറത്തൊരു മസാല പിടിച്ചിട്ടുണ്ടാവില്ലേ, അതേപോലെ മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് പിടിച്ചാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അവിടെ ഇതിപ്പോൾ എവിടുന്ന് എൻ്റെ വീഡിയോ കാണുന്നറിയില്ല, കാണുന്നവർ എവിടെയുള്ള വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഇനി വേണ്ട, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത്തിരി അൽഹംദുലില്ലാ നല്ലത്. ഇതിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ ഇട്ട് ഉരുട്ടിയിട്ട് ആ മസാലയിൽ ഇങ്ങനെ പറ്റി അടിപൊളി കേട്ടോ, ഒന്നും പറയല്ല. ഓരോന്ന് കഴിക്കാൻ വേണ്ടി പോയി, പക്ഷേ ഈ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പം നിങ്ങളിത് കാണുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെങ്കിൽ. നമ്മൾ കുറേ ദിവസമായി ഇത് തപ്പി നടക്കുന്നു.
ഇത് ഇൻസ്റ്റ തുറക്കാനും ഒഴിവില്ല. അതിൻ്റെ ഇടയിൽ കോഴിക്കോട് ജനങ്ങൾ നിൽക്കുക. അപ്പോൾ ഇതെന്താ നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താ കൂന്തള നിറച്ചത്. ആൾ കൂടാതിരിക്കില്ല, എന്തായാലും വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറയാനും പറ്റില്ല. അത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങൾ പോയടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മണിക്കൂറോളം നിന്നിട്ടാണ് സാധനം കിട്ടിയത്. അത്രയും ആൾക്കാർ ക്യൂ നിൽക്കാനും. ഈ 2 ചായ നമ്മൾ കുടിച്ചിട്ടാണ്, അപ്പോഴും നമുക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. ആൾക്കാരിങ്ങനെ വന്ന് തിങ്ങി നിൽക്കുകയാണ് അവിടെ. കുറേ ആൾക്കാർ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ ചായ കുടിച്ച് വെയിറ്റ് ചെയ്യുന്നു, 1ഉം 2ഉം ചായ കുടിച്ച് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കും കിട്ടിയപ്പോൾ കിട്ടിയ അല്ല, ഒന്നും പറയല്ല. ഭയങ്കര ടേസ്റ്റാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ.